എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നോ കോണ്ടാക്റ്റ് ആണോ? ഒരുപാട് സ്നേഹിച്ച ആ വ്യക്തി തിരിച്ചു വരുമോ എന്നുള്ള നിങ്ങളുടെ സംശയം, അതിനുവേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ. ഒരുപാട് സ്നേഹിച്ച വ്യക്തി തിരിച്ചു വരുമോ? അത് നിങ്ങളുടെ മനസ്സിൽ സംശയമായി നിൽക്കുകയാണ്. നിങ്ങൾ ആ വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ വേദനകൾ താളം അറിയുമ്പോൾ അറിയാൻ കഴിയും. ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സദാസമയവും ആ വ്യക്തിയെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനോ ആ വ്യക്തിയെക്കുറിച്ച് പറയാതിരിക്കാനോ നിങ്ങൾക്കാകില്ല. ഏത് സമയവും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ച് മറ്റ് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനോ മറ്റെന്തെങ്കിലും വസ്തുതയെക്കുറിച്ച് പറയാനോ ചിന്തിക്കാനോ ഓർക്കാനോ ഒന്നും സമയമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സമയവും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ വ്യക്തി ഇല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും പറയാനോ ചിന്തിക്കാനോ കഴിയില്ല. ഏതൊക്കെ സാഹചര്യങ്ങൾ, ഏതൊക്കെ നിമിഷങ്ങളിൽ എന്തൊക്കെ ഉണ്ടായാലും ആ വ്യക്തി കൂടെ ഉണ്ടാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹത്തിൻ്റെ അത്രയും സ്നേഹം തിരിച്ചു നൽകിയിട്ടില്ല. ആ സ്നേഹം തിരിച്ചു നൽകാതെ എപ്പോഴും ആ വ്യക്തി ആ സ്നേഹം മാറ്റി മറിച്ച് വെക്കുന്നൊരവസ്ഥയാണ്. ഒരിക്കൽ പോലും നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അതേപടി തിരിച്ചു നൽകാൻ ആ വ്യക്തി ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയെ ചിലർ അനുവദിക്കുന്നില്ല. നിങ്ങളെ സ്നേഹിക്കുന്നത് ആ വ്യക്തി നോക്കിയും കണ്ടുമാണ്. മറ്റു പല ആളുകളുടെ അവസ്ഥകൾ, അവരെന്ത് പറയും, അവരെന്ത് തീരുമാനിക്കും എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ മാറ്റി മറിക്കുന്നു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് വന്നത്. ആ വ്യക്തി എങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ ആ വ്യക്തി പിന്തിരിപ്പിക്കുന്ന ചില ശക്തികളുണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള നല്ലൊരു ജീവിതം ഈ പിന്തിരിപ്പിക്കുന്ന ശക്തികൾ ഇഷ്ടപ്പെടുന്നില്ല. അവർ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതം തകർക്കാനാണ് ശ്രമിക്കുന്നത്. അവർക്ക് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സന്തോഷകരമായൊരു ജീവിതം കണ്ടു നിൽക്കാൻ കഴിയില്ല. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായ ചില പ്രവർത്തനങ്ങൾ, ചില ചിന്തകളാണെങ്കിലും അതിന് കരുത്തു കൂട്ടിയത് മറ്റു ചില ആളുകളാണ്. അവർ അതിന് പലപ്പോഴായി ശ്രമിച്ചിരുന്നു. പിന്നെ കുറേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അംഗീകരിക്കാൻ കാണിച്ചതിലുള്ള മടി, നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ആ വ്യക്തി ശരിയാണോ എന്ന് സംശയത്തോടെ ദർശിക്കുമ്പോൾ ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ, ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ ആ വ്യക്തിയെ കണ്ടതിന് പകരമായി നിങ്ങൾക്കൊരു നന്മ ആ വ്യക്തി നൽകിയിട്ടില്ല. കേവലം ആ വ്യക്തിയുടെ ചിന്തയും ആ വ്യക്തിയുടെ സ്വഭാവവും ഒക്കെ കടന്നുപോയത് നിങ്ങളെ മനസ്സിലാക്കാതെയാണ്. മനഃപൂർവ്വമാണോ അല്ലാതെ ആണോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാതെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോഴും ഒരുമിച്ച് ആ വ്യക്തി ഉണ്ടാവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ പരസ്പരം വിരുദ്ധമായ അഭിപ്രായങ്ങളിലേക്ക് വരികയും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു. കൃത്യമായൊരു നിലപാടോ കൃത്യമായൊരു നയമോ ആ വ്യക്തി പലപ്പോഴും കാണിച്ചിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള അകൽച്ചയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്ത് ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തിയുടെ വാശി അതിന് തടസ്സപ്പെട്ടു. ഉള്ളിൽ ആ വ്യക്തിക്ക് സ്നേഹമുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ടായി. ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ, ചില സാന്നിധ്യങ്ങൾ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും തമ്മിലുള്ള
ആ മംഗളകരമായ ആ ഒരു മാനസിക ഐക്യത്തിന് വിഘാതമായി. ചിലർ തച്ചിനിരുന്ന് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാനാണ് ശ്രമിച്ചത്. ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും തച്ചിനിരുന്ന് നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റി ഇല്ലാതാക്കാനാണ് ആയിരുന്നു അവരുടെ ശ്രമം. അത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുമിച്ചെപ്പോൾ ബോധ്യപ്പെടുമെന്നുള്ളത് അറിയില്ല. പക്ഷെ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഇടയിലെ തേർഡ് പാർട്ടി, നിങ്ങളും ആ വ്യക്തിയും അല്ലാതെ നിങ്ങളുടെ അടുത്തുള്ളൊരു വ്യക്തി നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ബന്ധം വഷളാകാൻ ആഗ്രഹിച്ചിരുന്നു. ഒരുമിച്ച് നിങ്ങളോടൊപ്പം നിങ്ങളെ ഒരുമിപ്പിക്കാൻ നിൽക്കുന്നു എന്നുള്ള ധാരണ, അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുമ്പോഴും അകൽച്ചയാണ് ശ്രമിച്ചത്. വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിങ്ങളുടെയോ ആ വ്യക്തിയുടെയും ജീവിതത്തിലുണ്ടായി. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നൊരവസ്ഥ വരുന്നു. ഇപ്പോഴുള്ള ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ തികച്ചും താൽക്കാലികമാണ്. അത് കൂടുതൽ ആയി നിങ്ങൾ അടുക്കുന്നതിലേക്കുള്ള ഒരു വഴി മാത്രമാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. എല്ലാ അർത്ഥത്തിലും ആ വ്യക്തി നിങ്ങളുടേതാകും. ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ തരണം ചെയ്യുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.